അലൈക്കും വറഹ്മത്തുള്ളാ. സമയബന്ധിതമായി നിർവഹിക്കേണ്ട ആരാധനാകർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം. ഓരോ നിസ്കാരത്തിൻ്റെയും അതിൻ്റേതായ സമയങ്ങളുണ്ടെന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇശാ നമസ്കാരം മേഘത്തിലെ കടുചുവപ്പ് മാഞ്ഞത് മുതൽ രാത്രി പകുതിയാകുന്നത് വരെയാണ് അതിൻ്റെ സമയം നീണ്ടു നിൽക്കുന്നത്. എന്നാൽ ഇശാ നമസ്കാരം രാത്രി പകുതിയാകുന്ന അതിൻ്റെ അവസാന സമയത്തിലേക്ക് പിന്തിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായി നബിചര്യയിൽ നിന്ന് കാണാവുന്നതാണ്. രാത്രി പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ 6 മണിക്ക് സൂര്യൻ അസ്തമിക്കുകയും 6 മണിക്ക് സൂര്യൻ ഉദിക്കുകയും ചെയ്യുമ്പോൾ രാത്രി 12 മണിയാണ് അതിൻ്റെ പകുതി എന്ന് പറയുന്നത്. അപ്പോൾ രാത്രി 12 മണിയുടെ അപ്പുറത്തേക്ക് ഇശാ നമസ്കാരം പിന്തിപ്പിക്കാൻ പാടില്ല. അതിൻ്റെ സമയം കഴിഞ്ഞു പോകുന്നതാണ്. രാത്രി 12 മണിക്ക് മുമ്പായിക്കൊണ്ട് തന്നെ നിസ്കാരം നിർവഹിക്കേണ്ടതാണ്. എന്നാൽ ഇശാ നമസ്കാരം അതിൻ്റെ സമയത്തിൻ്റെ അവസാനത്തിലേക്ക് നിർവഹിക്കുക എന്നുള്ളത് പുണ്യകരമായി പ്രവാചക ചര്യയിൽ നിന്ന് കാണാം. തഖീറു സ്വലാത്തുൽ ഇശാ ഇലാ ആഖിരി വഖ്തിഹാ ഫഇന്ന ദാലിക അഫ്ളൽ ലിഅന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ദാത ലൈല وقد ذهب عامة الليل فقال إنه لوقتها لولا أن أشق على أمتي فإذا كانت المرأة في منزل مشغولة وأخرت صلاة العشاء إلى آخر وقتها فإن ذلك أفضل. وكذلك لو كانوا جماعة في مكان وليس حولهم مسجد أو أهل المسجد أنفسهم وإن الأفضل لهم التأخير إذا لم يشق عليهم إلى أن يمضي ثلث الليل. ഒരാൾക്കും പ്രയാസകരമാകാത്ത അവസ്ഥയാണെങ്കിൽ രാത്രിയുടെ പകുതി കഴിയുന്നതിന് മുമ്പായി ഇശാ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് നബിചര്യയിൽ നിന്ന് കാണാവുന്നതാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിർവഹിച്ചതിരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. രാത്രിയെ 3 ഭാഗമാക്കി അതിൻ്റെ ആദ്യത്തെ ഭാഗം കഴിയുന്നതിനും രാത്രി രണ്ടാമത്തെ പകുതി തുടങ്ങുന്നതിന് മുമ്പുമായി ഇശാ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരം. വഅമ്മാ തഅഖീറുഹാ ഇലാ മാ ബഅദ നിസ്ഫ ഇന്നഹു മുഹറം ലിഅന്ന ആഖിറ സ്വലാത്തുൽ ഇശാ വ നിസ്ഫുൽ ലൈൽ. രാത്രിയുടെ പകുതിയുടെ അപ്പുറത്തേക്ക് ഇശാ നമസ്കാരത്തെ പിന്തിപ്പിക്കാൻ പാടില്ല. കാരണം ഇശാ നമസ്കാരത്തിൻ്റെ അവസാന സമയം എന്ന് പറയുന്നത് രാത്രിയെ പകുതിയാക്കി അതിൻ്റെ ആദ്യ പകുതി തീരുന്നതിന് മുമ്പാണ് ഇശാ നമസ്കാരം നിർവഹിക്കേണ്ടത്. ചുരുക്കത്തിൽ ഇശാ നമസ്കാരം ആകാശത്തിലെ കടുംചുവപ്പ് മാഞ്ഞത് മുതൽ രാത്രി പകുതിയാകുന്നത് വരെയാണ് അതിൻ്റെ സമയം നീണ്ടു നിൽക്കുന്നത്. എന്നാൽ രാത്രി പകുതിയാകുന്നത് വരെയുള്ള ആ അവസാന സമയത്തിലേക്ക് ഇശാ നമസ്കാരം പിന്തിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമാണ്. പക്ഷേ അതിൽ എഴുന്നേറ്റ് നമസ്കരിക്കും എന്ന് ഉറപ്പുള്ള ആളുകൾക്കാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് കൂടി